ഈ പാക് അധിനിവേശ കാശ്മീർ POK എന്തുകൊണ്ടാണ് മോഡി തിരിച്ചു പിടിക്കാതിരുന്നത്? ഇന്നലെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ചർച്ച നടക്കുമ്പോൾ ടീം രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ ഉന്നയിച്ച ചോദ്യമാണ്. ഓപ്പറേഷൻ സിന്ദൂർ നിർത്താതെ POK ഇങ്ങ് പിടിക്കാൻ പാടില്ലായിരുന്നോ? ഇയാളുടെ മുതുമുത്തച്ഛൻ അങ്ങ് പിടിച്ചെടുക്കരുതായിരുന്നോ? അങ്ങനെയുള്ളപ്പോഴല്ലേ അത് പോയത്? പാകിസ്ഥാൻ അങ്ങോട്ട് ആക്രമിച്ചു വരുമ്പോൾ ജവഹർലാൽ നെഹ്റു അല്ലേ പ്രധാനമന്ത്രി? പുള്ളി എന്താ വിമാനം അയച്ചു കൊടുക്കാഞ്ഞത്? എന്താണെന്ന് തടയിട്ടത്? ഇത്രയും മതി എന്നൊക്കെ പറഞ്ഞിട്ട് യുണൈറ്റഡ് നേഷൻസിൽ ഓടിപ്പോവുക, വേണ്ടാത്ത പുലി അലകച്ച് അത് കൊടുത്തു. നെഹ്റുവിൻ്റെ ഒത്താശയോടെയാണോ POK പോയത്? പിന്നെ അല്ലാതെ ഒത്താശ എന്ന് ഞാൻ പറയണില്ല, ബട്ട് അങ്ങനെ വേണ്ട രീതിയിൽ ആക്ട് ചെയ്തില്ല. നമ്മുടെ പട്ടാളത്തോട് പറഞ്ഞു വിമാനങ്ങൾ ഉപയോഗിക്കരുത്, യുദ്ധവിമാനങ്ങൾ പാടില്ല. പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിൽ എയർ അറ്റാക്ക് പാടില്ല. ചൈനയുമായിട്ടുള്ള ആക്രമണത്തിൽ അങ്ങനെ ആയിരുന്നില്ല, നമ്മൾ വിമാനങ്ങൾ ഉപയോഗിച്ചില്ല. അങ്ങനെ നമുക്ക് ചില പ്രിൻസിപ്പിൾസ്, വിമാനം വെടിവെച്ച് ഇടുമെന്നുള്ള പേടിയുണ്ട്. അല്ല, അതുകൊണ്ട് പുള്ളിക്ക് അങ്ങനെ ഈ എസ്കലേറ്റ് ചെയ്യുക നമ്മൾ ഇപ്പോഴും ഉണ്ടത് കേട്ടോ. അതൊരു ലെജിറ്റിമേറ്റ് മിലിറ്ററി ഓപ്പറേഷനാണ്. എസ്കലേഷൻ ലാഡർ എന്ന് പറയും. അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് കയറുക, രണ്ടാമത്തെ സ്റ്റെപ്പ് കയറേണ്ട ആവശ്യമുണ്ടോ എന്ന് നോക്കുക. കാരണം യുദ്ധം ഒരു നല്ല കാര്യമായിട്ട് ആരും കാണുന്നില്ല. ഒരുപാട് നാശനഷ്ടം രണ്ട് ഭാഗത്തും ഉണ്ടാകും. ഒരുപാട് പൈസ മുടങ്ങുന്നു. ഡെവലപ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കേണ്ട കാശാണ് ബോംബായിട്ടും പീരങ്കിയായിട്ടും ഒക്കെ തീർക്കുന്നത്. അപ്പോൾ ഈ എസ്കലേഷൻ ലാഡറിൽ എവിടം വരെ കയറണം, എവിടെ വെച്ച് നിർത്തണം എന്നൊക്കെ തീരുമാനിക്കുന്നതാണ് DGMO ടൈപ്പ് ടോക്സ് എന്നൊക്കെ പറയുന്നതാണ്. പട്ടാളം നമ്മളോട് പറയും. ഇപ്പോൾ ഈ പൊട്ടന്മാർ വേറൊന്നും ചോദിക്കുന്നില്ലേ? ഇന്ത്യ ജയിച്ച് നിൽക്കുമ്പോൾ യുദ്ധം നിർത്തുന്നത് എന്തിനാണ്? പിന്നെ ഇന്ത്യ തോറ്റ് നിൽക്കുമ്പോഴാണ് യുദ്ധം നിർത്തേണ്ടത്. നമ്മൾ അടിച്ചൊരാളെ താഴെ ഇട്ട് കഴിഞ്ഞു, പിന്നെ അവിടെ നിർത്തണം. അല്ല, അയാൾ താഴെ വീണില്ലേ, അപ്പോൾ വീണ്ടും ചവിട്ടണ്ടേ അവന്? എന്തിന്? കാശാണ് ഈ പോകുന്നത്. നിങ്ങൾക്ക് പാകിസ്ഥാൻ മുഴുവൻ തിരിച്ചു പിടിക്കാൻ ഉദ്ദേശമുണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ അവന് ആവശ്യമുള്ള തോതിൽ കാലിബ്രേറ്റഡ് ആയിട്ട് അവനെ അറ്റാക്ക് ചെയ്തിട്ട് മര്യാദയ്ക്ക് നിർത്തി നിൽക്കാൻ പറയുക. ഇനിയിപ്പോൾ POKയിലേക്ക് വരാം. POK തിരിച്ചെടുത്തു എന്ന് വെച്ചു, മുതലാകുന്ന കേസാണ് സുനിൽ. ഞാൻ സത്യം പറയാം, 22 ലക്ഷം മറ്റാണ് POKയിലെ ജനസംഖ്യ. POK മാത്രം എടുത്താൽ 22 ലക്ഷം മുസ്ലിങ്ങളെ ഉൾക്കൊള്ളാനുള്ള ആരോഗ്യം ഇപ്പോൾ ഇന്ത്യക്കുണ്ടോ? POK തിരിച്ചെടുക്കാൻ ഞാനും കൂട്ടുനിൽക്കാം. ആ പോപ്പുലേഷൻ വേണ്ട. ഖൈബർ പഖ്തൂൺഖ്വ അവരിപ്പോൾ ഇന്ത്യക്ക് അനുകൂലമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും. കാരണം എങ്ങനെയെങ്കിലും അവർക്ക് പാകിസ്ഥാൻ സ്വന്തം രാജ്യം വേണം. നാളെ ഈ കുന്തം നമ്മുടെ തലയിലിരിക്കും. ബംഗ്ലാദേശ് ഉണ്ടാക്കി കൊടുത്ത അനുഭവം ഉണ്ടല്ലോ, അതെ. ആ അനുഭവത്തിൽ നിന്ന് മനുഷ്യൻ പഠിക്കണ്ടേ? അതുകൊണ്ട് ഇപ്പോൾ POK എടുത്തിട്ട് ആ മരക്കുരിശെടുത്ത് തലയിൽ വയ്ക്കണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. അത് മാത്രമല്ല, ഞാൻ ചിലയിടത്ത് വായിച്ചിട്ടുണ്ട്, POKയിൽ ഈ ടെററിസ്റ്റുകളായിട്ടുള്ള ആളുകളെ മുഴുവൻ കൊണ്ടുവന്ന് പാകിസ്ഥാൻ പാർപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പാർപ്പിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷുകാർക്ക് അവിടെ താവളമുണ്ട്. വാസ്തവത്തിൽ പാകിസ്ഥാൻ ഉണ്ടാക്കുന്നതിൽ വലിയൊരു സഹായം ബ്രിട്ടീഷുകാരുടെ ആയിരുന്നല്ലോ. കാരണം അവർക്കൊരു പിടി വേണം. സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഈ പറയണം അതിൽ സാംസ്കാരികമായ ഒരു പിടുത്തമല്ലാതെ സൈനികമായ ഒരു പിടുത്തം അവർക്ക് കിട്ടില്ല. സോ ദേ വെയർ ഓൾസോ ഇൻട്രസ്റ്റഡ് ഇൻ മേക്കിംഗ് പാകിസ്ഥാൻ. അതിന് പാകിസ്ഥാൻ ഉണ്ടാക്കിയിട്ട് അപ്പോൾ അവർക്ക് അവിടെ ഇപ്പോൾ അമേരിക്കയുടെ പോക്കറ്റിലല്ലേ പാകിസ്ഥാൻ കിടക്കുന്നത്. അന്ന് ഇംഗ്ലണ്ട് വാസ് മോർ പവർഫുൾ. അതുകൊണ്ട് ഇംഗ്ലണ്ടിൻ്റെ ഭാഗത്ത് നിന്നു പിന്നെ മെല്ലെ അമേരിക്കയുടെ ഭാഗത്ത് പോയി. അമേരിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് തന്നെ, അവരെല്ലാം ഒന്നാണല്ലോ സായിപ്പന്മാർ. അപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ POK, ഞാനൊരു സാധാരണ ദേശസ്നേഹി എന്നുള്ള രീതിക്ക് പറയുകയാണ്, ഇപ്പോൾ POK പിടിച്ചെടുക്കുന്നത് നമുക്ക് മുതലാകുന്ന കേസല്ല. POK നമുക്ക് വേണ്ട എന്ന് വെക്കാൻ പറ്റുമോ? POK വേണ്ടാന്നൊന്നും വെക്കേണ്ട. POKയിലെ പോപ്പുലേഷൻ വേണ്ടാന്ന് വയ്ക്കണം. പോപ്പുലേഷൻ ഇല്ലാതെ ആ സ്ഥലം ഇങ്ങോട്ട് അതെങ്ങനെ പിടിക്കാൻ പറ്റും? അത് ആലോചിക്കുക. അതുപോലത്തെ നല്ല കാര്യങ്ങൾ ആലോചിക്കുക. ഒരു ലോങ് ടേം പ്രോജക്റ്റ്, ഹൗ ടു ടേക്ക് ബാക്ക് POK വിത്തൗട്ട് ദ പോപ്പുലേഷൻ ഓർ വിത്ത് എ മൈൽഡ് പോപ്പുലേഷൻ. അതേസമയം ഇത് ബലൂചിസ്ഥാൻ്റെ കാര്യത്തിൽ എനിക്ക് ഇത്രയും ആശങ്കയില്ല. കാരണം ബലൂചിസ്ഥാൻ മുസ്ലിങ്ങളാണെങ്കിൽ പോലും അവരേകദേശം ഒരുമാതിരി പകുതി ഹിന്ദു പോലെ പെരുമാറുന്നവരാണ്. ഹിന്ദുക്കളെ പ്രോസിക്യൂട്ട് ചെയ്താലേ സ്വർഗം കിട്ടുള്ളൂ എന്ന് ആ ഒരു പിടിവാശിയുള്ളവരല്ല. POKയിലുള്ള ഈ പാർട്ടികൾ അവരത്ര പോരാ എന്നാണ് എൻ്റെ അഭിപ്രായം. വിഭജിച്ചു പോയ പാകിസ്ഥാൻ പഞ്ചാബ്, ആ പഞ്ചാബുകാരുടെ ഒരു സ്വാധീനം വടക്കോട്ടും ഒക്കെ ഉണ്ട്. അതാണ് അല്ല, ഈ രാഹുൽ ഗാന്ധിക്കും ഒരു തിങ്ക് ടാങ്ക് ഒക്കെ ഉണ്ടാവുമല്ലോ.
അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഈ തിങ്ക് ടാങ്കിന് കഴിയത്തില്ലേ? അത് ഇങ്ങനെ ഈ വിഡ്ഢിത്തരങ്ങൾ മാത്രം ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇല്ലില്ല, വളരെ ബുദ്ധിയുള്ള കാര്യങ്ങളാണ് അയാൾ പറയുന്നത്. രാഹുൽ ഗാന്ധിയുടെ തിങ്ക് ടാങ്ക് ഒറിജിനേറ്റ്സ് ഫ്രം ഹാർവർഡ് യൂണിവേഴ്സിറ്റി. ഹൗ ടു ബ്രേക്ക് ഇന്ത്യ, ഇത് രാഹുൽ കൃത്യമായിട്ട് അയാളുടെ ചോദ്യങ്ങളിലൂടെ പ്രസ്താവനയിലൂടെ ചെയ്യുന്നു. രാഹുൽ ഗാന്ധി ഒരുപാട് തവണ ചോദിച്ചു, ഇന്ത്യക്ക് എത്ര വിമാനം നഷ്ടപ്പെട്ടു, പാകിസ്ഥാൻ എത്ര നഷ്ടപ്പെട്ടു എന്ന് അയാൾ ചോദിച്ചോ? ഇല്ല. എടോ മോദി, ഇവിടെ വാ, താൻ എത്ര വിമാനം അവരുടെ വെടിവെച്ചിട്ട് താൻ ഈ വെറുതെ നെഞ്ചും പിരിച്ചു നിന്നിട്ടുണ്ടല്ലോ, എത്ര വിമാനം കണക്ക് പറയിടും എന്ന് ചോദിക്കണ്ടേ? കാരണം ആ കണക്ക് ഞാനും പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാന് ദോഷം വരും. അതുകൊണ്ട് പുള്ളി നമ്മുടെ എത്ര വീണു, നമ്മുടെ വീണ് കഴിഞ്ഞാൽ അതിൽ റഫാൽ എത്ര വീണു, റഫാൽ വീണതിൻ്റെ കണക്ക് കിട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ പിന്നെ ചണ്ട കൂട്ടാം. കണ്ടോ, പണ്ടേ ഞാൻ പറഞ്ഞാണ് ഈ വിമാനം വാങ്ങരുതെന്ന്. സുപ്രീം കോടതി വരെ പോയതാണ് ഞാൻ. സുപ്രീം കോടതി അയാൾക്ക് കൂട്ടുനിന്നു. ഇപ്പം എന്ത് പറയുന്നു? എടോ സുപ്രീം കോടതി, ഏയ് ഗവായി ഇവിടെ വാ. ഈ പരിപാടി ഇതിനു വേണ്ടിയിട്ടാണ് ഈ ചോദ്യം. പാകിസ്ഥാനെ സഹായിക്കാൻ ഇയാളുടെ പ്രസംഗം മൊത്തം റീൽസ് ആക്കിയിട്ട് പാകിസ്ഥാൻ സോഷ്യൽ മീഡിയയിൽ അടിച്ചു വിടുകയാണ്. പാകിസ്ഥാൻ ചാനലുകളിൽ ഇത് മാത്രമാണ്. നമ്മുടെ ഫ്രാൻസിസ് ജോർജ് വരെ ഇന്നലെ പാക് ടി വിയിലുണ്ടായിരുന്നു. അതെ, ഫ്രാൻസിസ് ജോർജിന് നല്ല മാർക്കറ്റാണ് അവിടെ. ഈ കേരള ക്രിസ്ത്യാനികളുണ്ടല്ലോ, വലിയൊരു വിഭാഗം ഇസ്ലാമിക തീവ്രവാദികൾക്ക് കൂട്ടുനിൽക്കുന്നവരും കൂട്ടിക്കൊടുക്കുന്നവരുമാണ് കേരളത്തിലെ ക്രിസ്ത്യാനികൾ. ഫ്രാൻസിസ് ജോർജ് അതിലുണ്ടെന്ന് ഞാൻ കരുതിയില്ല. ഇന്നലെ ഞെട്ടിപ്പോയി ശരിക്കും ഇയാളുടെ ഒരു പെർഫോമൻസ്. ഇവരാണ് ഈ കൈവെട്ടപ്പെട്ട TJ ജോസഫിനെ പിരിച്ചുവിട്ട ടീമാണ് ഇവർ. അവർക്ക് ഒരു ന്യൂനപക്ഷ സംഗതിയും ഒരു പേടിയും ഉണ്ടായില്ല എന്ന്. സമ്പൂർണമായിട്ട് ഇസ്ലാമിക തീവ്രവാദികൾക്ക് കീഴടങ്ങി ഈ ക്രൈസ്തവ. ഇവർ കൂട്ടിക്കൊടുക്കും, ഇസ്ലാമിനെ കൂട്ടിക്കൊടുക്കും. ഇവരത് ഇന്നലെ സുനിലല്ലേ എന്നോട് ചോദിച്ചത്, മുസ്ലിങ്ങളെ മതം മാറ്റണ്ടേ, എന്താ ഇവർ മുസ്ലിങ്ങളെ മതം മാറ്റത്? മാറ്റില്ല. അത് നമ്മൾ തമ്മിലുള്ള കേസ് നമുക്ക് പിന്നെ തീർക്കാം. മാത്രമല്ല മുസ്ലിങ്ങളെ പേടിയുണ്ട് ഇവർക്ക്, നല്ല പേടിയുണ്ട്. ഞാൻ പറയട്ടെ, പാലാ ബിഷപ്പിൻ്റെ വസതിക്ക് നേർക്കല്ലേ പോപ്പുലർ ഫ്രണ്ടുകാർ മാർച്ച് നടത്തിയത്. പുള്ളി കുറവലങ്ങാട് പള്ളിക്കുള്ളിൽ ഒരു പ്രസംഗം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ആ കല്ലറങ്ങാടിൻ്റെ പേരിൽ ആ FIR നിലനിൽക്കുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല സഭയ്ക്ക്. സഭ ഛത്തീസ്ഗഡിൽ ദൂരദർശൻ ഇച്ചിരി കൂടെ ഒന്ന് ഫോക്കസ് ചെയ്താൽ ഛത്തീസ്ഗഡാണോ ജാർഖണ്ഡാണോ? ഛത്തീസ്ഗഡാണ് ചേട്ടാ. ഒന്നാ വിളിച്ചോ മുദ്രാവാക്യം. വാട്ട് എ ഷെയിം. അതിൽ ഈ ഒരുപാട് തവണ ഇവരുടെ സിനഡ് കൂടിയിട്ട് ലവ് ജിഹാദ് ഉണ്ട് എന്ന് പ്രമേയം പാസ്സാക്കും. പിറ്റേ ദിവസം തന്നെ ഏതെങ്കിലും ഒരു ബിഷപ്പോ അവർ കയറിയിട്ട് ലവ് ജിഹാദ് ഇല്ലാതെ ആ പ്രമേയം അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് ചെയ്യും. ഒരുപാട് പേർക്ക് ഡെപ്പോസിറ്റ്സ് ഉണ്ട് ഗൾഫിൽ, ബാങ്കിൽ, മറ്റിടപാടുകളുണ്ട്. സോ ഇസ്ലാമിന് ഇവരുടെ പുറത്തൊരു പിടിയുണ്ട്. ക്രിസ്ത്യാനികളിലെ ഒരു വിഭാഗം ബിഷപ്പ് അവരുടെയൊക്കെ പേരുകൾ താമസിയാതെ പുറത്തു വരും കേട്ടോ. യു നോ വാട്ട് ഈസ് കാസ ഈസ് ഡൂയിങ്? കാസ ഇവർ നിസ്സാരമാക്കി വെച്ചിരിക്കുന്നു. കാസ വിൽ കം വിത്ത് എക്സ്പ്ലോസീവ് ഇൻഫർമേഷൻ ഷോർട്ട്ലി. ടേക്ക് ഇറ്റ് ഫ്രം മീ. കാസ എന്ത് പറയുന്നു ആണ് മറ്റേ മീഡിയ വൺ ചോദിക്കുന്നത്. മീഡിയ വണ്ണിൻ്റെ താല്പര്യം അതാണ്. മീഡിയ വൺ വാണ്ടഡ് ടു എഞ്ചിനീയർ എ സ്പ്ലിറ്റ് ഇൻ ക്രൈസ്തവ സഭ. അത് മീഡിയ വൺ ചെയ്യേണ്ട ഇവർ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ക്രൈസ്തവ സഭ തന്നെ ഇഷ്ടം പോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം കൊണ്ട് ക്രൈസ്തവ സഭയ്ക്ക് നിൽക്കപ്രതിയില്ല. ഛത്തീസ്ഗഡൊക്കെ 4 ദിവസം കഴിയുമ്പോൾ ഛത്തീസ്ഗഡ് പോകും. ആര് 2 പാവം കന്യാസ്ത്രീയുടെ പിന്നാലെ ക്രൈസ്തവ സഭ നടക്കുമെന്നാണ് വിചാരിക്കുന്നത്. ഇതിലും വലിയ പ്രശ്നമായിരുന്നല്ലോ ഇവരുടെ സിസ്റ്റർ ജസ്മിയുടെ, സിസ്റ്റർ ലൂസിയുടെ, എത്ര സിസ്റ്റർമാരുടെ. ആരോ ഇപ്പോൾ ഇതെല്ലാം കമ്പയർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 20 വർഷത്തിനുള്ളിൽ 19 ദുരൂഹ ആത്മഹത്യകൾ പല കോൺവെൻറ്റുകളിലായിട്ട് നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്നലെ കണ്ട കന്യാസ്ത്രീകളുടെ കണക്ക് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് അധികകാലം ഇതിങ്ങനെ ഈ ഭാരം ചുമന്ന് നടക്കാൻ കുറച്ച് പേർക്ക് പറ്റില്ല. അവരുടെ കയ്യിലല്ല ക്രിസ്ത്യാനികൾ. അവർ പറഞ്ഞാൽ കേൾക്കുന്നില്ല. ജാഥയ്ക്ക് ആളെ കിട്ടുന്നില്ല. KCBC മറ്റേ മദ്യവിരുദ്ധ സമിതി ഇപ്പോൾ ഇവിടെ
നാട് നീളെ ബാറ് കൊടുത്തല്ലോ പിണറായി വിജയൻ. ഉമ്മൻചാണ്ടിയെ തൂക്കിക്കൊല്ലാൻ നടന്ന കക്ഷികളാണ്. അന്ന് വഴി നടക്കാൻ പറ്റും. സുധീരൻ എന്തായിരുന്നു ഓർക്കണില്ല, മാതൃഭൂമിയിൽ ആ ഫോട്ടോ സുധീരൻ ഇങ്ങനെ സ്വയം മറന്ന് പ്രസംഗിക്കുന്ന ഇങ്ങനെ ലയിച്ചു നിൽക്കുന്ന മഹാത്മാഗാന്ധി കഴിഞ്ഞാൽ അടുത്ത കേരള മഹാത്മാഗാന്ധി. ഇപ്പോൾ മഹാത്മാഗാന്ധി ഇല്ല, ജവഹർലാൽ നെഹ്റു ഇല്ല, വിനോബാ ഭാവെ ഇല്ല, നാരായണ ഗുരു ഇല്ല, ആരുമില്ല കേരളത്തിൽ. പിണറായി വിജയൻ അങ്ങോട്ട് ലൈസൻസ് കൊടുക്കുകയാണ്. ചോദിക്കുന്നവർക്ക് ചോദിക്കുന്നതല്ല. 2 സ്റ്റാർ 3 സ്റ്റാർ 4 സ്റ്റാർ തട്ടുകട, ഒരു പ്രശ്നമില്ല. ഇനി തട്ടുകടയിൽ ബാറ് കച്ചവടം തുടങ്ങും. അത് തുടങ്ങണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ജനങ്ങൾക്ക് ഇത് കുടിക്കണമെങ്കിൽ കുടിച്ച് തീരട്ടെ എന്ന് നിങ്ങൾക്ക് എന്ത് കാര്യം? ഇപ്പോൾ സഭയ്ക്ക് ആ അജണ്ട ഒന്നുമില്ല. എവിടെ പോയി ആ അജണ്ട? ബിക്കോസ് ദേ ആർ അണേബിൾ ടു സസ്റ്റെയിൻ എനിത്തിങ്. ഇപ്പോഴും ഞാൻ ഈ സഭയോട് പറയുന്നത്, പ്ലീസ് ലീവ് ദിസ് ട്രിവിയൽ തിങ്സ്. യു ആർ ഇൻ സീരിയസ് ഡേഞ്ചർ. യുവർ പോപ്പുലേഷൻ ഈസ് ഇൻ ഡേഞ്ചർ, യുവർ സൊസൈറ്റി ഈസ് ഇൻ ഡേഞ്ചർ, യുവർ ചർച്ചസ് ആർ ഇൻ ഡേഞ്ചർ, യുവർ പ്രോപ്പർട്ടി ഈസ് ഇൻ ഡേഞ്ചർ. ബട്ട് സ്റ്റിൽ യു ഹാവ് ദിസ് പാത്തോളജിക്കൽ ഹെയ്റ്റ് ടുവേഴ്സ് മോദി, സെൽഫ് ഡിഫീറ്റിംഗ് ഹെയ്റ്റ്. നിങ്ങളിവിടെ 4 പേര് ഒച്ച വെച്ച് കഴിഞ്ഞാൽ എന്താ മോദിക്ക് അങ്ങ് മൂക്കിലിട്ട് വലിക്കുക? നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. നിങ്ങൾക്ക് കേരളത്തിലെ ഭരണത്തിൽ ഒരു സേ ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. അതിപ്പോൾ ഇസ്ലാമിൻ്റെ കയ്യിലാണ്. ഇനിയിപ്പോൾ കത്തോലിക്ക സഭയ്ക്ക് കേരള ഭരണത്തിൽ 3-4 MLA-മാരെയൊക്കെ കിട്ടുമായിരിക്കും. ലുക്ക് അറ്റ് വീണ ജോർജ്. ഓർത്തഡോക്സ് സഭയുടെ പ്രതിനിധിയാണല്ലോ. അല്ലാതെ വീണ ജോർജ് മഹത്തായ ഒരാളായതുകൊണ്ടൊന്നും അല്ല സ്ഥാനാർത്ഥിയായതും ജയിച്ചതും മന്ത്രിയായതും. ഓർത്തഡോക്സ് സഭ പറഞ്ഞു കഴിഞ്ഞാൽ വീണ ജോർജ് കേൾക്കുമോ? ഇല്ല. അതോ പിണറായി വിജയൻ പറഞ്ഞു? യു വിൽ നോട്ട്. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ, മൈ ഡിയർ ബിഷപ്സ്. ഐ എം ടെലിംഗ് യു. You have lost your control over LDF and UDF. If you have to have some control over Kerala politics, please be aligned with BJP. Leave this trivial issues. ഇപ്പോൾ ദുർഗ് കോടതിയിൽ അവർക്ക് ജാമ്യം കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ഒക്കെ ചെയ്യുക. ആ കേസ് വിചാരണയിൽ ചിലപ്പോൾ ഒന്നും ഇല്ലാതെ പോകും. സംതിങ് വിൽ ഹാപ്പൻ. ഇതൊന്നും മേജർ കാര്യമല്ല. അതിനിയെങ്കിലും ബിഷപ്പ് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഇവർ ഇപ്പോൾ ഈ തുള്ളലുണ്ടല്ലോ, ഒന്നുകിൽ LDF അല്ലെങ്കിൽ UDF എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന് ഒരു പ്രയോജനവും അടുത്ത തവണ ഉണ്ടാകാൻ പോകുന്നില്ല. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ ഏതെങ്കിലും ഒരു വാർഡിൽ വക്കച്ചന് പകരം സണ്ണിച്ചനെ ജയിപ്പിച്ചെടുക്കാൻ പറ്റുമായിരിക്കും. അതുകൊണ്ട് മോക്ഷം കിട്ടാനാണ് കിട്ടിക്കോട്ടെ. ഞാനെന്ത് പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.